വന്ന് എന്നെ കൊണ്ടുപോണ്ട് ആ നായി ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. ക്യാസിലൊന്നും ഇറങ്ങി. ഇവിടെ ഞാൻ വന്ന ഭാഷ ഓർക്കുന്നത് പോലും ഇല്ലെന്നാണ് തോന്നുന്നത്. എൻട്രൻസ് എന്തോ കണ്ട ചേച്ചി നിൽക്കുകയാണ്. എന്തോ കാണുന്നതാണെന്ന് തോന്നുന്നു ക്യാസ്. അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് എടുക്കാണ്ട് എവിടെയൊക്കെ കയറാൻ പറ്റുമോ നോക്കി. എല്ലായിടത്തും ഒരു ടിക്കറ്റ് എടുക്കണമെന്ന് അറിയില്ല. അത്യാവശ്യം വിശാലമായി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽസിൻ്റെ ക്യാപിറ്റലായ കാർഡിഫിലോട്ട് പോയായിരുന്നു. അപ്പോൾ കാർഡിഫിൽ മെയിനായിട്ട് പോകാൻ കാരണം അവിടെ കാർഡിഫ് കാസിൽ നല്ലൊരു പ്ലേസാണ്. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് പോയത്. വേറൊരു സ്ഥലത്ത് നമ്മൾ കറങ്ങാൻ പോയില്ല. അത് വൺ ഓഫ് ദി മോസ്റ്റ് അട്രാക്റ്റീവ് സംഭവമാണ് നമ്മളുടെ കാർഡിഫിൽ സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ എൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. റോസ് ഗാർഡൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവിടെ പേ പാർക്കിംഗ് ആണ്, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കാർഡിഫ് കാസിൽ എന്ന് പറയുന്ന സംഭവം ഒരു 11th സെഞ്ച്വറിയിലെ ഒരു ബിൽഡിംഗ് ആണ്. 11th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് കാർഡിഫ് കാസിൽ യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻസിൻ്റെ ഡിഫെൻസീവ് ലൊക്കേഷനായിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നതെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ നമുക്ക് 2 ഓപ്ഷനിലൂടെയാണ് നമ്മൾ ചോദിക്കുക. ഒന്ന് നമുക്ക് ടിക്കറ്റ് എന്തായാലും എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് £14.50. അതിൽ നമുക്ക് മാത്രമായിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും. ചില റൂംസൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും, അത് ഓപ്പണാക്കി കാണിച്ചു തരില്ല. പിന്നെ £20 ടിക്കറ്റ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ വിത്ത് ഗൈഡോട് കൂടിയിട്ട്. അപ്പോൾ നമ്മളെടുത്തതെന്ന് പറഞ്ഞാൽ വിത്ത് ഗൈഡോട് കൂടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. അതാകുമ്പോൾ കുറേ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന റൂംസ് നമുക്ക് ഓപ്പണാക്കി കാണിച്ചു തരും. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും അവർ, എങ്ങനെയൊക്കെയാണ് ഈ റൂം യൂസ് ചെയ്തിരുന്നത്, എന്തിനൊക്കെ വേണ്ടിയാണെന്നുള്ളതും. പിന്നെ ഒരുപാട് പെയിൻറ്റിങ്, ഒരുപാട് കൊത്തുപണി വർക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ റോമൻസിൻ്റെ ഡിഫെൻസീവ് ലൊക്കേഷനായിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത് മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവമാണ്. അതിലോട്ടൊന്നും ഡീപ്പായിട്ട് നമ്മൾ കാര്യം അറിഞ്ഞൊന്നുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. പഴയ കാലത്തെ 16th സെഞ്ച്വറി, 15th സെഞ്ച്വറി, അങ്ങനെ ഓരോ കാലത്തെ കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ഇതേപോലെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടിയിലൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ കുറേ പഴയകാല വെപ്പൻസ്, അതേപോലെ തന്നെ പഴയകാല സോൾജേഴ്സിൻ്റെ ഒക്കെ ക്ലോത്ത്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വിസിറ്റായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അക്ഷയ് ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലോസ്റ്റർ, എല്ലാവർക്കും അറിയാം, ചെൽട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്ന് ലണ്ടനിലോട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറുണ്ട്. അപ്പോൾ അവനെ എന്നെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് അവിടെ പോയതാണ്. സംഭവം അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം നല്ലൊരു തിരക്കുള്ളൊരു സിറ്റി സെൻറ്ററാണത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് ലാസ്റ്റായിട്ട് കാർഡിഫ് കാസിൽ ഡിഫെൻസീവ് ലൊക്കേഷനായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ കാർഡിഫ് കാസിൽ അറിയപ്പെടുന്നത് കാർഡിഫ് കാസിൽ എന്ന പേരിലും, അതേപോലെ തന്നെ റോമൻസ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മെയിൻലി ഇത് റോമൻസിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന കാസിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാസിലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഗൂഗിളിൽ നോക്കാം, അല്ലെങ്കിൽ അവിടെ പോയി കാണാം. നല്ലൊരു പ്ലേസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം.